വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ജാസ്മിൻ കോക്കനട്ട് ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആക്ച്വലി ഈ കോക്കനട്ട് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരു നല്ലൊരു ഓയിലല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് 18% ഉള്ളൂ, ബാക്കി 81% മിനറൽ ഓയിലാണ്. ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല. ഈ ഓയിൽ എപ്പോഴും നമുക്ക് മുടിയുടെ ടിപ്പ് ആ ഒരു ഭാഗത്ത് ആണ് അപ്ലൈ ചെയ്യാൻ നല്ലത്. ഒരിക്കലും നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു ജാസ്മിൻ്റെ സ്മെല്ല് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പം ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തെന്നിരിക്കട്ടെ, ചില ആളുകളൊക്കെ 2-3-4 ദിവസം കഴിഞ്ഞ് തല വാഷ് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ വീക്ക്ലി വൺസ് വാഷ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് സപ്പോസ് നമ്മൾ ഇത് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിയർക്കുമ്പോൾ ആ ഒരു വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഈ ജാസ്മിൻ ഓയിലിൻ്റെ സ്മെല്ലും കൂടെ മിക്സായി വേറൊരു ഡേർട്ടി സ്മെല്ല് ഫോം ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. എപ്പോഴും ഹെയറിൻ്റെ ടിപ്പ് പോർഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നാട്ടിൽ കാണുന്ന ജാസ്മിൻ ഫ്ലവറിൻ്റെ ഒരു പിക്ചറല്ല കേട്ടോ, ഇതിൻ്റെ ബോട്ടിലിൽ കൊടുത്തിരിക്കുന്ന വേറെ ഏതോ ടൈപ്പ് ഓഫ് ജാസ്മിൻ ആണ്. ഇതിൻ്റെ ₹86 ആണ്. നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 190 ml ആണ്. ജസ്റ്റ് നമുക്ക് ഈ സ്മെല്ലിന് വേണ്ടി നമുക്കിത് അപ്ലൈ ചെയ്യാം. ആർട്ടിഫിഷ്യൽ സ്മെല്ലാണ്. അതേപോലെ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു ബെനഫിറ്റും ഇല്ല, ബിക്കോസ് ഇതിൻ്റെ അകത്ത് കൂടുതലും കെമിക്കൽസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മിനറൽ ഓയിൽ ഒരിക്കലും ഒരു ഹെയറിന് ഒരിക്കലും ഒരു നമുക്ക് നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നോൺ സ്റ്റിക്കി കോക്കനട്ട് ഹെയർ ഓയിലാണ്. നോൺ സ്റ്റിക്കിയാണ് കാരണം നമ്മൾ ഇപ്പം ഈ ഹെയറിൽ ഈ ഒരു ജാസ്മിൻ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കി ആയിട്ട് ഫോം ചെയ്യും. സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ നോൺ സ്റ്റിക്കി ആയിട്ട് ഫോം ചെയ്യും. അത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബേസിൽ എനിക്ക് മനസ്സിലായതാണ്. അത് നല്ല ഒരു കാര്യമാണ്. ചില ആളുകൾക്കൊക്കെ സ്റ്റിക്കി ആയിട്ട് മുടി കിടക്കുന്നത് ഇഷ്ടമല്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടി അങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു കംഫർട്ട്നെസ് തോന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. പക്ഷേ നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യാതിരിക്കുക, ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ.